ഇന്ത്യയിലെ അടിസ്ഥാന വിവരങ്ങൾ. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ഓഗസ്റ്റ് 15. നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക്കായത് 1950 ജനുവരി 26. ഇന്ത്യയുടെ തലസ്ഥാനം ന്യൂഡൽഹി. ലോകത്തിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം 28. ഇന്ത്യയിലെ ആകെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനമാണ് ആന്ധ്ര. വർഷം 1953. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത്. നമ്മുടെ ഇന്ത്യയിൽ ക്ലാസിക്കൽ ഭാഷകളാണ് തമിഴ്, തെലുങ്ക്, കന്നഡ, സംസ്കൃതം, മലയാളം, ഒഡിയ. ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷകൾ തമിഴ്, തെലുങ്ക്, കന്നഡ, സംസ്കൃതം, മലയാളം, ഒഡിയ. ഭരണഘടന അംഗീകരിച്ച ഭാഷകളാണ് 22. ഇന്ത്യയിലെ ക്ലാസിക്കൽ നൃത്തരൂപങ്ങൾ ഭരതനാട്യം, സാത്രിയ, ഒഡീസി, കഥക്, മണിപ്പൂരി, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കഥകളി. ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകൾ 9. ഇന്ത്യയിലെ ആകെ റെയിൽവേ സോണുകൾ 18. എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഇന്ത്യയിലെ ആകെ പോസ്റ്റൽ സോണുകൾ 9, അതിൻ്റെ ഇരട്ടി 18 റെയിൽവേ സോണുകൾ. ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം 1. നിലവിൽ 2025 ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം 1 എത്തിയത്. ഇന്ത്യയിൽ സെൻസസ് കണക്കാക്കുന്നത് 10 വർഷം കൂടുമ്പോഴത്തേക്കാണ്. നമ്മുടെ ഇന്ത്യയിൽ അവസാനമായി, അതായത് ഈ ഇടക്കാലഘട്ടത്തിൽ 2011 സെൻസസ് നടന്നത്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ആകെ ജനസംഖ്യ 121 കോടി. 2011 കണക്ക് പ്രകാരമാണ് 121 കോടി. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം 943:1000. 2011 സെൻസസ് പ്രകാരം സ്ത്രീ പുരുഷ അനുപാതം കൂടിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. സ്ത്രീ പുരുഷ അനുപാതം 1084:1000. 2011 സെൻസസ് പ്രകാരം സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ സംസ്ഥാനമാണ് ഹരിയാന. ഇന്ത്യയിൽ ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശ്. ജനസംഖ്യ കുറവ് സിക്കിം. ഇനി നമുക്ക് ഉത്തർപ്രദേശുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഉത്തർപ്രദേശ് ജനസംഖ്യയിൽ ഏറ്റവും മുന്നിലുള്ളത് ഉത്തർപ്രദേശാണ്. പട്ടികജാതിക്കാർ കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ അംഗവൈകല്യമുള്ളവരുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഭിന്നലിംഗക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിം. ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ കേന്ദ്ര ഭരണ പ്രദേശമാണ് ഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. ഇനി കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല താനെ, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ജനസംഖ്യ കുറഞ്ഞ ജില്ല
ദിബാങ് വാലി അരുണാചൽ പ്രദേശ്. ദിബാങ് വാലി അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ പട്ടികവർഗക്കാർ കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. പട്ടികവർഗക്കാർ ശതമാനാടിസ്ഥാനത്തിൽ കൂടുതലുള്ള സംസ്ഥാനം മിസോറാം. പട്ടികജാതിക്കാർ കൂടുതലുള്ളത് ഉത്തർപ്രദേശ്. ശതമാനാടിസ്ഥാനത്തിൽ പട്ടികജാതിക്കാർ കൂടുതലുള്ള സംസ്ഥാനമാണ് പഞ്ചാബ്.